അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കുമോ? ഇങ്ങനെ പറയാൻ പറ്റുന്നവനാ വിശുദ്ധിയിലേക്ക് വളരുന്നവൻ. അല്ലെങ്കിൽ പത്രോസിനെ പോലെ നമ്മൾ തകർന്നടിയും. എന്നാൽ ദൈവം നമ്മളുടെ കൂടെയാ. അതുകൊണ്ട് ഉത്ഥാനത്തിന്റെ ശേഷം ഒരു സ്നേഹപ്രമാണം ചൊല്ലിച്ചുകൊണ്ട് പത്രോസിന്റെ സ്നേഹത്തിലേക്ക്, പത്രോസിനെ തന്റെ സ്നേഹത്തിലേക്കും പത്രോസിന്റെ സ്നേഹത്തിലേക്ക് തന്നെയും ഈശോ ഇറക്കി വെക്കുക. അവൻ തിബേരിയൂസിന്റെ കടൽ തീരത്ത് ചെന്ന് അവന് കഞ്ഞി വെച്ച ശേഷം രാവിലെ പ്രാതൽ ഒരുക്കിക്കൊണ്ട് ഒന്നും കിട്ടാതെ അലയുന്ന ശിഷ്യന്മാരെ വിളിക്കുകയാ. എന്നിട്ട് വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ മക്കളെ? അങ്ങനെയാ ചോദിച്ചത്. മക്കളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തില് എല്ലാം വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോകുന്ന അവസരങ്ങളുണ്ട്. പത്രോസിന് അവിടെ എങ്ങനെയാ പറ്റിയത്? തന്റെ കൂട്ടത്തിലുള്ളവരെ ശാസിക്കാനും തന്റെ കൂട്ടത്തിലുള്ളവരെ ഒന്നിച്ചു നിർത്താനും നേതാവാക്കി ഉയർത്തിയതാ പത്രോസിനെ. പക്ഷേ പത്രോസ് ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ഇനി പഴയ പണിക്ക് പോവുകയാ. അപ്പോൾ കൂട്ടത്തിലുള്ളവരും പറഞ്ഞു, ഞങ്ങളും പോരുന്നു. അങ്ങനെയാ തിബേരിയൂസിലെ മീൻ പിടിക്കാൻ അവർ പോയത്. പക്ഷേ അവിടെയും തമ്പുരാൻ ഇറങ്ങിച്ചെന്നിട്ട് ചോദിക്കുകയാ, മക്കളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? പ്രിയമുള്ള എന്റെ യേശു സഹോദരങ്ങളെ, നിങ്ങളോടും പറയാനുള്ളത് ഇതാ. തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ തന്നെ പോയി എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി, പക്ഷേ എന്തു നേടി? പറുദീസായില് തമ്പുരാനെ ഉപേക്ഷിച്ച് പാപം ചെയ്ത് മറഞ്ഞിരുന്ന ആദത്തിനോടും ഹവ്വായോടും തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എവിടെയാ? ഈ ചോദ്യത്തിന് വലിയൊരു അർത്ഥമുണ്ട്. തമ്പുരാന്റെ മുന്നിലിരുന്ന് നമ്മളൊന്ന് ചിന്തിച്ചേ, ഞാൻ എവിടെയാ? ഞാനും കർത്താവും തമ്മിൽ എന്തോരം ദൂരമുണ്ട്. നന്മയിലേക്ക് ഞാൻ നടക്കുന്ന ഓരോ നിമിഷവും ഞാനും കർത്താവും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരികയാ. തമ്പുരാൻ എന്നിലേക്ക് അടുക്കുമ്പോൾ ആദ്യ മാതാപിതാക്കന്മാർ ചെയ്തതുപോലെ ഞാൻ പുറകോട്ട് മാറുകയാണെങ്കിൽ തമ്പുരാനല്ല കുറ്റക്കാരൻ, ഞാനാ കുറ്റക്കാരൻ. കർത്താവെ, ഞാൻ പാപിയാ, എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് ഹൃദയത്തിലുള്ള ചിന്തയോടുകൂടിയ പത്രോസ് ഈശോയെ ആദ്യം അനുഗമിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ പത്രോസിനോട് തമ്പുരാൻ പറഞ്ഞു, ഇനി മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവരാ. കാരണം നിന്റെ ജീവിതത്തില് ഇനി നീയല്ല ജീവിക്കേണ്ടത്, ഞാനാ ജീവിക്കേണ്ടത്. അതുകൊണ്ട് കേപ്പ എന്നവന്റെ പേര് മാറ്റിയത്. ഇനി പാറയാ. നീ ഇങ്ങനെ മണൽത്തരി പോലെ അല്ലെങ്കിൽ ഞാങ്ങളെ പോലെ ഇളകേണ്ടവനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചഞ്ചാടേണ്ടവനല്ല, നീ ഇനി പാറയാ എന്ന് തമ്പുരാൻ പറഞ്ഞതാ. എപ്പോഴാ അവൻ പാറയായത്? അവൻ വിളിച്ചു പറഞ്ഞു. പത്രോസിനെ വിളിച്ചിട്ട് പ്രാതലൊക്കെ കൊടുത്ത ശേഷം തമ്പുരാൻ ചോദിച്ചു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? തമ്പുരാൻ വിളിക്കുന്നു. നോക്കിക്കേ, നമ്മളോടും ഇത് തന്നെയല്ലേ തമ്പുരാൻ ചോദിക്കുക? മോനെ, മോളെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ എന്നെ സ്നേഹിക്കുന്നു. രണ്ടാമതും ചോദിച്ചു, ഇവരെക്കാൾ കൂടുതലായിട്ട് ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മൂന്നാമതും ചോദിച്ചു, ഇവയേക്കാളൊക്കെ കൂടുതലായിട്ട് തീർച്ചയായിട്ടും തമ്പുരാൻ നോക്കിക്കാണും. അവന് വീണ്ടും എടുത്തിട്ട വലയും വീണ്ടും തിരിഞ്ഞുപോയി പഴയ ജോലിയിലേക്ക് പോയതും താൻ ആദ്യം ഉപേക്ഷിച്ച വലയും വള്ളവും ഒക്കെ ഉപേക്ഷിച്ച തമ്പുരാന്റെ കൂടെ വന്നത്. എന്നിട്ട് തമ്പുരാൻ കൂടെയില്ല എന്ന് കരുതിയപ്പോൾ വീണ്ടും വലയും വള്ളവും ഒക്കെ എടുത്തിറങ്ങിയതാവൻ. അപ്പോൾ പത്രോസ് അവനോട് വീണ്ടും ചോദിക്കുകയാ, ഇവയെക്കാളും നിന്റെ ഈ സ്വത്തിനേക്കാളും നിന്റെ ഈ എല്ലാ സ്വത്ത് സമ്പാദ്യങ്ങളെക്കാളും ഒക്കെ നീ വിശ്വസിക്കുന്ന, നിന്നെ കാക്കുമെന്ന് കരുതുന്ന എല്ലാത്തിനേക്കാളും കൂടുതലായിട്ട് അധികമായിട്ട് നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? അവൻ പറഞ്ഞത് ഇങ്ങനെയാ. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തമ്പുരാനോട് പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നല്ലോ. തമ്പുരാൻ ഉടനെ പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക. കൃത്യമായിട്ട്
അവിടെ പറയുക, നീ എന്നെ അനുഗമിക്കുക. ആദ്യം പറഞ്ഞത് നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്നേ പറഞ്ഞുള്ളൂ. ഇവിടെ തമ്പുരാന് പത്രോസിനെ മനുഷ്യനെ പിടിക്കുന്നവരാക്കി തീർത്തു എന്നുള്ളതാ. ജീവിതത്തിൽ അവനെ മാറ്റി തീർത്തു എന്നുള്ളതാ. എപ്പോഴാണ് അങ്ങനെ ആക്കി തീർത്തത്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഹൃദയത്തിൽ നിന്ന് അവൻ ഉറക്കെ പറഞ്ഞപ്പോഴാ പത്രോസിനോട് തമ്പുരാൻ പറഞ്ഞത്, നീ എന്നെ അനുഗമിക്ക്. പലപ്പോഴും നമുക്ക് പറയാൻ പറ്റുമോ, ഇവയെക്കാളും ഇവരെക്കാളും എല്ലാറ്റിനേക്കാളും അധികമായിട്ട് കർത്താവെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? വിശുദ്ധിയുടെ വിശുദ്ധനാകുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പറയാൻ പറ്റുക. കർത്താവെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, കർത്താവെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, എല്ലാറ്റിനേക്കാളും ഉപരിയായി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തെക്കാള്, എന്റെ സ്നേഹം മറ്റെന്തിനേക്കാളും ഉപരിയായി നിനക്ക് വേണ്ടിയുള്ളതാ. എന്റെ സമ്പത്ത്, എന്റെ സമ്പാദ്യം, എന്റെ ശരീരം, എന്റെ മക്കള്, ഇവയെക്കാളൊക്കെ കൂടുതലായിട്ട് കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. തമ്പുരാന്റെ സന്നിധിയിലേക്ക് കൈ ഒന്ന് നീട്ടിപ്പിടിക്കാം, ഒന്ന് സ്തുതിക്കാം. നമുക്ക് യേശുവേ സ്തുതി, യേശുവേ ചേർത്ത് വയ്ക്കാം, കണ്ണുകൾ അടയ്ക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ വിശ്വാസത്തോടെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ നല്ല കർത്താവ്, എന്റെ തിരുരക്തത്താൽ എന്നെ കഴുകിയ എന്റെ കർത്താവ്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ നിന്റെത. എല്ലാറ്റിനേക്കാളും ഉപരിയായി നിന്നെ സ്നേഹിക്കാൻ എന്റെ നല്ല കർത്താവെ എന്റെ മനസ്സിനെ, എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത്. എന്റെ നല്ല കർത്താവെ, എന്റെ മുഴുവനായിട്ട്, എന്റെ സമ്പാദ്യം മുഴുവൻ, എന്റെ മക്കള്, എന്റെ ജീവിത പങ്കാളി, എന്റെ വീട്, ഞാൻ ഇത്രയും നാളും സംഭരിച്ചു വെച്ചിരിക്കുന്ന, ആർജിച്ചു കൂട്ടിയ എന്റെ പേരും പെരുമയും എല്ലാം കർത്താവേ നീ തന്ന ദാനമാണ്, നീ തന്ന ദാനമാണ്. എനിക്ക് നീ കടം തന്നതാ ഇതെല്ലാം. കർത്താവേ, എനിക്ക് തന്ന ദാനങ്ങളെല്ലാം കടം തീർത്താനായിട്ട് എന്റെ ജീവിതം മുഴുവൻ നിന്നെ സ്നേഹിച്ചാലും മതിയാവുകയില്ല എന്ന് എനിക്കറിയാം. കർത്താവേ, എന്റെ കടത്തിൽ നിന്നെടുത്താ ഞാൻ, നീ എനിക്ക് തന്ന കടത്തിൽ നിന്നെടുത്താ ഞാൻ മറ്റുള്ളവർക്ക് ദാനം ചെയ്തത്. അത് ചെറിയ 570 ഗ്രാം മാത്രമേ ഉള്ളായിരിക്കാം. നീ എനിക്ക് 3,42,720 കിലോ സ്വർണ്ണമാണ് തന്നത്. അത്രയും വലിയൊരു കൂട്ട്, അത്രയും വലിയൊരു സമ്പത്ത്. കർത്താവേ, നീ കടം ചോദിച്ചില്ല എന്നോട്, തിരിച്ചു വേണമെന്ന് പറഞ്ഞില്ല. കർത്താവേ, എനിക്ക് തിരിച്ചു തരാൻ പറ്റുകയില്ല. പക്ഷെ ഒന്ന് മാത്രം എനിക്ക് തിരിച്ചു തരാൻ പറ്റൂ, എന്റെ സ്നേഹം. നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ, കറയില്ലാതെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്റെ സ്നേഹമേ, എന്റെ ആയുസ്സേ,
എന്റെ യേശുവേ, നീ എന്നിൽ എഴുന്നള്ളി വരണമേ. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയില് എന്റെ സ്നേഹമായിട്ട് നീ എഴുന്നള്ളി വരുന്ന എന്നെ നീ മാറ്റണമേ. എന്റെ സ്നേഹമേ, എന്റെ സർവസ്വമേ, എന്റെ സ്നേഹമേ, എന്റെ സർവസ്വമേ, എന്റെ സ്നേഹമേ, എന്റെ സർവസ്വമേ. നമുക്കിരിക്കാം. നമ്മുടെ രോഗങ്ങളിൽ നിന്ന് ഇത് സൗഖ്യം നൽകും. ചങ്കത്ത് കൈവച്ച് തമ്പുരാനോട് ആത്മാർത്ഥമായിട്ട് പറയുക, ദൈവമേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ദൈവമേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ആ സ്നേഹം അറിയുന്നുണ്ട്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പത്രോസിന് അങ്ങനെ പറയാൻ സാധിച്ചു. നമുക്കും പറയാൻ സാധിക്കും. ഇങ്ങനെ പറഞ്ഞ പത്രോസ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ പേടിച്ചടണ്ട് അകത്തിരുന്ന് കഥകടച്ചിരുന്ന പത്രോസ് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ക്രൂശിച്ചു കൊന്ന ജീവിക്കുന്നവനായ യേശുവിനെ ഞാൻ പ്രസംഗിക്കുക. ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന ക്രിസ്തു, ഞാൻ സ്നേഹിക്കുന്ന ക്രിസ്തു, എന്റെ കൂടെ നടക്കുന്ന ക്രിസ്തു ഇന്ന് എന്നിലൂടെ ജീവിക്കുന്നു. പറയാൻ പറ്റുമോ? ക്ഷമിക്കാൻ പറ്റാത്ത സേവകനെ പോലെ മറ്റുള്ളവർക്ക് ഞാൻ കൊടുത്ത ചെറിയ 570 ഗ്രാമിന്റെയും കണക്ക് കൂട്ടി പലപ്പോഴും കണക്ക് ചോദിക്കുന്ന ജീവിതത്തിന് തമ്പുരാൻ ഒരിക്കലും സ്നേഹത്തിന്റെ ദാനം തരിക. $3,42,720 കിലോ കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ഞാൻ 570 ചെറിയൊരംശം ഈ കടത്തിൽ നിന്നെടുത്ത് ഞാൻ കൊടുത്തിട്ട് ഞാൻ അതിന്റെ പലിശയുടെ പലിശയും ചോദിച്ച് മറ്റുള്ളവരിൽ നിന്ന് എന്തെല്ലാം ആഗ്രഹിക്കുക. ഇതെല്ലാം വിടുമ്പോഴാ, ദൈവം എന്നെ സ്നേഹിച്ചു എന്ന് മനസ്സിലാക്കുമ്പോഴാ, ഇതൊക്കെ ദാനമായിട്ട് തന്നത് ഞാൻ ദാനമായിട്ട് കൊടുക്കണമെന്ന് മനസ്സിലാക്കുമ്പോഴാ ഒരു പത്രോസിനെ പോലെ യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് വളരാൻ, യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് വളരാൻ എനിക്ക് സാധിക്കുക. അതാ സംഭവിച്ചത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ സ്നേഹം യഥാർത്ഥത്തിൽ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ, അവൻ അന്ന് ജെറുസലേമിൽ കൂടിയ ഏകദേശം 3000-ഓളം വരുന്ന ജനങ്ങളുടെ മുൻപില് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ക്രൂശിച്ച കർത്താവിനെയാ ഞാൻ പ്രസംഗിക്കുന്നത്. അവൻ മരിച്ചിട്ടില്ല, ഇന്നും എന്റെ കൂടെ, ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നു. അതാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. ക്രിസ്തീയ സമൂഹത്തെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവന്റെ പ്രവർത്തനങ്ങളാ ഇതായി ഞങ്ങളുടെ ഇടയിലൊക്കെ നടക്കുന്നത്. നടക്കണം. അതുകൊണ്ടാ വിശുദ്ധ പത്രോസിനെ കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കാണുക, അവന് രാവിലെ ജെറുസലേം ദേവാലയത്തിലേക്ക് വരുമ്പോൾ അവന്റെ നേരെ ഒരുത്തൻ കൈനീട്ടി, ഒരു മുടന്തൻ. പത്രോസ് പറഞ്ഞു, യോഹന്നാനും ഉണ്ടായിരുന്നു കൂട്ടത്തില്, സഹോദര, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, പക്ഷേ ഒന്നുണ്ട് തരാൻ. ജീവിക്കുന്നവനായ ക്രിസ്തുവിന്റെ നാമത്തില് നീ എഴുന്നേറ്റ് നടക്ക്. തീർച്ചയായും അത്ഭുതം പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും.